നമസ്കാരം. അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആൻ മരിയ ജെ. പ്രധാന വാർത്തകൾ. ബെനഡിക്റ്റ് പാപ്പായുടെ നാമകരണ നടപടികളിൽ പ്രതീക്ഷ പ്രകടിപ്പിച്ച് മുൻ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ജോർജ് ഗാൻസ്വെയിൻ. അഭിമന്യ അലക്സാണ്ടർ ചൂളപ്പറമ്പിൽ പിതാവിന്റെ 75ാം ചരമവാർഷികവും അനുസ്മരണവും നടത്തി. വൈദിക പരിശീലനത്തിന് നവീകരണം നടത്താൻ സീറോ മലബാർ സിനഡ് തീരുമാനം. ഇരവിപേരൂർ സെയിന്റ് ജോസഫ്സ് ക്നാനായ കത്തോലിക്ക മലങ്കര പള്ളിയിൽ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. സൗജന്യ മാമോഗ്രാം സ്ക്രീനിംഗ് ക്യാമ്പയിന് തുടക്കം കുറിച്ചു. വാർത്തകൾ വിശദമായി. ആധുനിക സഭയിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ ബെനഡിക്റ്റ് 16 പാപ്പ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെടാനുള്ള നടപടിക്രമം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പാപ്പായുടെ സെക്രട്ടറിയായിരുന്ന ആർച്ച് ബിഷപ്പ് ജോർജ് ഗാൻസ്വെയിൻ. ജനുവരി 7-ന് ലിത്വാനിയയിലെ നാഷണൽ ലൈബ്രറിയിൽ കത്തോലിക്ക മാസികയായ കെലിയോണെ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബെനഡിക്റ്റ് 16 പാപ്പയുടെ അന്ത്യാഭിലാഷങ്ങളും അവസാന മണിക്കൂറുകളും പാപ്പ നൽകിയ നിർദ്ദേശങ്ങളും അറിയാവുന്ന ഏക വ്യക്തി എന്ന നിലയിൽ ആർച്ച് ബിഷപ്പ് ഗാൻസ്വെയിൻ ആഗോളതലത്തിൽ ഏറെ ശ്രദ്ധ നേടിയ വ്യക്തിയാണ്. ബെനഡിക്റ്റ് 16 പാപ്പ കർത്താവിനോടൊപ്പം ആയിരിക്കുന്നതിനാൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി അധികം പ്രാർത്ഥിക്കുന്നില്ല എന്നും മറിച്ച് അദ്ദേഹത്തിന്റെ മാധ്യസ്ഥ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെന്നും ബാൾട്ടിക് രാജ്യങ്ങളിലെ തന്റെ ശുശ്രൂഷയ്ക്കിടെ പോലും ബെനഡിക്റ്റിനോട് മാധ്യസ്ഥം ചോദിച്ച സമയങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 1984-ൽ പൗരോഹിത്യപട്ടം സ്വീകരിച്ച ശേഷം അസിസ്റ്റന്റ് ഇടവക വികാരിയായി സേവനമനുഷ്ഠിച്ച ആർച്ച് ബിഷപ്പ് ജോർജ് ഗാൻസ്വെയിൻ പിന്നീട് ഡോക്ടറേറ്റ് പൂർത്തിയാക്കി റോമിലെത്തി. അവിടെ വെച്ച് അന്നത്തെ കർദിനാളായിരുന്ന ബെനഡിക്റ്റ് പാപ്പ വിശ്വാസ പ്രമാണങ്ങളുടെ ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്റ്റ് ആയിരുന്നപ്പോൾ കണ്ടുമുട്ടി. തന്നോടൊപ്പം പ്രവർത്തിക്കാൻ അദ്ദേഹം തന്നെ ക്ഷണിച്ചത് നിഗൂഢവും കൃപ നിറഞ്ഞതുമായ കാര്യമായാണ് താൻ ഇന്നും നോക്കിക്കാണുന്നതെന്ന് ആർച്ച് ബിഷപ്പ് ജോർജ് ഗാൻസ്വെയിൻ പറഞ്ഞു. കോട്ടയം അതിരൂപതയുടെ 2ാമത്തെ മെത്രാനായ മാർ അലക്സാണ്ടർ ചൂളപ്പറമ്പിൽ പിതാവിന്റെ 75ാം ചരമവാർഷികവും അനുസ്മരണവും തിരുഹൃദയക്കുന്ന് ആശ്രമ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അതിരൂപത പ്രോപ്രോട്ടോസിഞ്ചലൂസ് ഫാദർ തോമസ് ആനിമുട്ടിൽ, തിരുഹൃദയദാസ സമൂഹ സുപ്പീരിയർ ഫാദർ ജോസ് കന്നുവെട്ടിയേൽ, അതിരൂപത പ്രൊക്യുറേറ്റർ ഫാദർ ഏബ്രഹാം പറമ്പേട്ട്, ഫാദർ സജി കൊച്ചുപറമ്പിൽ, ഫാദർ റെന്നി കട്ടേൽ, ഫാദർ ബിനു കുന്നത്ത്, ഫാദർ സ്റ്റീഫൻ കണ്ടാരപ്പള്ളിൽ, ഫാദർ സൈമൺ പുല്ലാട്ട് എന്നിവർ സഹകാർമ്മികരായി. അനുസ്മരണ സമ്മേളനത്തിന് ഫാദർ ജോസ് കന്നുവെട്ടിയേൽ അധ്യക്ഷത വഹിച്ചു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. 75ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ സുവനീറിന്റെ പ്രകാശന കർമ്മവും ആലഞ്ചേരി പിതാവ് നിർവഹിച്ചു. അതിരൂപത പ്രോപ്രോട്ടോസിഞ്ചലൂസ് ഫാദർ തോമസ് ആനിമുട്ടിൽ, അതിരൂപത സിഞ്ചലൂസും ദീപിക MD-യുമായ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട്, സെയിന്റ് ജോസഫ് സന്യാസിനി സമൂഹം മദർ ജനറൽ സിസ്റ്റർ അനിത SJC എന്നിവർ മാർ അലക്സാണ്ടർ ചൂളപ്പറമ്പിൽ പിതാവിനെ അനുസ്മരിച്ചു. ജനറൽ കൗൺസിലർ ഫാദർ റജി മുട്ടത്തിൽ സ്വാഗതവും ജനറൽ കൗൺസിലർ ഫാദർ ജിസ്മോൻ പുത്തൻപറമ്പിൽ നന്ദിയും പറഞ്ഞു. മാറുന്ന സാഹചര്യങ്ങളിൽ സഭയുടെ ദൗത്യം കൂടുതൽ ഫലപ്രദമാക്കുന്നതിനായി വൈദിക പരിശീലനം കാലോചിതമായി നവീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് വിലയിരുത്തി. സുവിശേഷ പ്രഘോഷണത്തിൽ തീക്ഷ്ണത ജ്വലിപ്പിക്കുന്ന വൈദിക പരിശീലനം കാലത്തിന്റെ അനിവാര്യതയാണ്. ആത്മീയവും ദൈവശാസ്ത്രപരവുമായ അറിവിനോടൊപ്പം വൈദികാർത്ഥികൾ മാനസികമായ പക്വതയും സാമൂഹിക പ്രതിബദ്ധതയും ആധുനിക സാങ്കേതിക വിദ്യകളിൽ നൈപുണ്യവും ഉള്ളവരായി വളരേണ്ടതുണ്ടെന്ന് സിനഡ് സമ്മേളനം ചൂണ്ടിക്കാട്ടി. വൈദിക പരിശീലനത്തെക്കുറിച്ച് സിനഡിന്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയമായ ഗവേഷണങ്ങളും പഠനങ്ങളും വർഷങ്ങളായി നടന്നുവരികയായിരുന്നു. അവയുടെ വെളിച്ചത്തിൽ നവീകരിച്ച പരിശീലന പദ്ധതിക്ക് സിനഡ് വിശദമായ ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷം അന്തിമ രൂപം നൽകിയിട്ടുണ്ട്. ഇവ നടപ്പിൽ വരുത്തുന്നതിന്റെ ആദ്യഘട്ടമായി മൈനർ സെമിനാരി പരിശീലന കാലഘട്ടത്തിൽ കാതലായ ചില നവീകരണങ്ങൾക്ക് സിനഡ് അംഗീകാരം നൽകുകയും ഈ രംഗത്തുള്ള എല്ലാവരുടെയും പങ്കാളിത്തത്തോടെ അത് നടപ്പിലാക്കാൻ വൈദികർക്കായുള്ള സിനഡൽ കമ്മീഷനെ വിശ്വാസ പാരമ്പര്യത്തിന്റെ 100 വർഷങ്ങൾ പിന്നിടുന്ന ഇരവിപേരൂർ സെയിന്റ് ജോസഫ്സ് ക്നാനായ കത്തോലിക്ക മലങ്കര പള്ളിയിൽ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഫൊറോന വികാരി ഫാദർ റെന്നി കട്ടേൽ നിർവഹിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം ഭദ്രദീപം തെളിയിച്ചു. വികാരി, കൈക്കാരന്മാർ, ശതാബ്ദി ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ, വിശ്വാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 1 വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആത്മീയവും സാമൂഹികവുമായ വിവിധ കർമ്മ പദ്ധതികൾ വരും മാസങ്ങളിൽ നടപ്പിലാക്കുമെന്ന് പള്ളി ഭാരവാഹികൾ അറിയിച്ചു. സ്ത്രീകളിൽ കണ്ടുവരുന്ന സ്തനാർബുദ രോഗ അവബോധത്തോടൊപ്പം പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇത്തരം സ്തനാർബുദ രോഗത്തെ കണ്ടെത്തി പ്രതിരോധിക്കുവാനും ചികിത്സ ഉറപ്പുവരുത്തുവാനും ലക്ഷ്യമിട്ട് കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി, കാരിത്താസ് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് സയൻസും
കാരിത്താസ് കോളേജ് ഓഫ് നഴ്സിംഗുമായി സഹകരിച്ചുകൊണ്ട് വനിതാ സന്നദ്ധ പ്രവർത്തകർക്കായി സംഘടിപ്പിക്കുന്ന സൗജന്യ മാമോഗ്രാം സ്ക്രീനിംഗ് ക്യാമ്പയിന് തുടക്കമായി. തള്ളകം ചൈതന്യയിൽ സംഘടിപ്പിച്ച മാമോഗ്രാം സ്ക്രീനിംഗ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം കാരിത്താസ് ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റി മെഡിസിൻ സീനിയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജോസ് ജോം തോമസ് നിർവഹിച്ചു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KSSS കോർഡിനേറ്റർമാരായ ബെസി ജോസ്, മേഴ്സി സ്റ്റീഫൻ, ബിജി ജോസ്, മേരി ഫിലിപ്പ്, ലിജോ സാജു, ബിസി ചാക്കോ, ആനി തോമസ് എന്നിവർ സന്നിഹിതരായിരുന്നു. ക്യാമ്പയിന്റെ ഭാഗമായി സ്തനാർബുദ അവബോധത്തോടൊപ്പം വിവിധ ഘട്ടങ്ങളായി സൗജന്യ മാമോഗ്രാം സ്ക്രീനിംഗും നടത്തപ്പെടും. അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭവന പുനരുദ്ധാരണത്തിന് ധനസഹായം ലഭ്യമാക്കി. തള്ളകം ചൈതന്യയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ ടോമി കുരുവിള ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കോട്ടയം ജില്ലാ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മെമ്പറും KSSS ഡയറക്ടറുമായ ഫാദർ സുനിൽ പെരുമാനൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KSSS PRO സിജോ തോമസ്, കോർഡിനേറ്റർ മേരി ഫിലിപ്പ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട 25 കുടുംബങ്ങൾക്കാണ് ഭവന പുനരുദ്ധാരണത്തിനായി ധനസഹായം ലഭ്യമാക്കിയത്. പിറവം ഹോളി കിങ്സ് ക്നാനായ കത്തോലിക്ക ഫൊറോന പള്ളിയിലെ മിഷൻ ലീഗ് കുട്ടികൾ അണിയിച്ചൊരുക്കിയ 100 വിശുദ്ധർ അടങ്ങുന്ന അൽമാസ് ദെയ്ലൂസ് എന്ന മാസിക മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ പ്രകാശനം ചെയ്തു. വികാരി ഫാദർ തോമസ് പ്രാലേൽ, സഹവികാരി ഫാദർ ലിൻഡോ തണ്ടയിൽ, മിഷൻ ലീഗ് ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.